ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ആനിസസും ഹസ്ബൻഡ് ചെറിയാൻ ബ്രദറും ചേർന്നാണ്. തങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, മൂത്ത മകൻ സാംസൺ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു. ആ മകൻ്റെ വൈഫിന് വേഗത്തിൽ PR ലഭിക്കേണ്ടതിനായിട്ട് ഈ ദിവസങ്ങളിൽ PR വഴികൾ തുറന്നതിനായിട്ടും പ്രത്യേകിച്ച് പാസ്പോർട്ടിൽ PR അടിച്ച് കിട്ടുന്നതിനായിട്ട് ദൈവം ഒരു അത്ഭുതകരമായ വിടുതൽ അയക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ അവർക്ക് ആ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് പോകുവാനായിട്ടും അവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ലഭിക്കാനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇളയ മകന് ഹല്ലേലൂയ, ദൈവം അവരിപ്പോൾ നാട്ടിലായിരിക്കുന്നു, പൂനെയിലായിരിക്കുന്നു. ദൈവം അവരെ അധികമായി മാനിക്കുകയും അവരെ ഉയർത്തുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് ആ മകൻ്റെ ജോലിയിൽ ഒരു വലിയ ഉയർച്ചയും, അതേപോലെ തന്നെ ജോമോൻ്റെ മകന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി പൂർണ്ണ സൗഖ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ ആ കുഞ്ഞ് മുമ്പോട്ട് പോകേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ വലിയ കരം, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഇളയ മകൻ്റെ കുഞ്ഞിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ വൈഫിൻ്റെ ആരോഗ്യനില എല്ലാ നിലയിലും സൗഖ്യം വിടുതലിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ പ്രിയ ആനിസസിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ ഹസ്ബൻഡ് ചെറിയാൻ ബ്രദർ തൻ്റെ ശാരീരികമായിട്ട് നിൽക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി തന്നെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഓർമ്മശക്തി കുറവാണെന്ന് പറയുന്നു. കർത്താവ് അത്ഭുതകരമായി ഓർമ്മശക്തിയെ പുതുക്കേണ്ടതിനായിട്ടും ആരോഗ്യനിലയിൽ വലിയ സൗഖ്യം വിടുതൽ വായിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ആനിസസിനെ ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ നിലയിൽ നടത്തേണ്ടതിനായിട്ടും വലിയ സൗഖ്യം വിടുതൽ വായിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഞാൻ വലിയ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു, വലിയ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ദൈവം വാക്കുമാറാത്തവനാകിയാൽ എൻ്റെ ദൈവം ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തിന് പറയാൻ തക്കവണ്ണം ഒരു സാക്ഷ്യം വെളിപ്പെട്ട് വരും. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ആനിസസിനായി പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് ചെറിയാൻ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായി നിൽക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവെ ഓർമ്മശക്തി ഏറ്റവും നല്ല നിലയിലേക്ക് ആക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെറിയാൻ ബ്രദറിൻ്റെ പൂർണ്ണ വിടുതലായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ സാംസനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായിട്ട് ഒരു അത്ഭുത വിടുതലിലേക്ക് ഈ കുടുംബം നടക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവേ, തിരു രക്തത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ, വലിയൊരു അത്ഭുതം ഇവർക്ക് വേണ്ടി സംഭവിക്കണമേ. അപ്പോൾ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ കരം കർത്താവെ പ്രത്യേകിച്ച് സാംസൻ്റെ മേളിൽ വെളിപ്പെടണം. കുടുംബമായി അവർക്ക് PR അവിടെ ലഭിച്ചതിനായി സ്തോത്രം. വൈഫിന് PR ലഭിച്ചതിനായി നന്ദി. കർത്താവെ, ആ ദേശത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കാനഡയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുത്ത് ഇവരെ ദൈവം മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ നിലയിലും ദൈവം മാനിക്കണം, എല്ലാ നിലയിലും ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, അതേ നിലയിൽ തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ജോമോനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ ഇളയ മകൻ ജോമോൻ്റെ മകനായിട്ട്, കുഞ്ഞിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ പൂർണ്ണ സൗഖ്യത്തോടെ, പൂർണ്ണ ബലത്തോടെ ആ കുഞ്ഞിനെ ദൈവം കാക്കണം. കർത്താവിൻ്റെ കരവനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ, ജോമോൻ്റെ വൈഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതത്തോടെ നടത്തണമേ. വലിയ വിധത്തിൽ ഹല്ലേലൂയ ഇവർ ജീവിക്കേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് ആ മകൻ്റെ ജോലിയെ ദൈവം അനുഗ്രഹിക്കണം. എല്ലാ നിലയിലും ദൈവം മാനിക്കണം. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ ആനിസസിനെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ ഈ സമയത്ത് വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 34 സങ്കീർത്തനം 5 വാക്യം പറയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകില്ല. ഈ വചന സന്ദേശത്തിൽ വിശ്വസിക്കുന്നതിനോട് തമ്പുരാന് പറയാനുണ്ട്, നിങ്ങൾ കർത്താവിലേക്കാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. 25 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം പറയുന്നു, അവനെ കാത്തിരുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കർത്താവിനോട് പറഞ്ഞു, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. റോമാലേഖനം 10 വാക്യം പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. അപ്പോൾ പ്രാരംഭത്തിൽ തന്നെ അവനിലേക്ക് നോക്കിയവർ, അവനെ കാത്തിരുന്നവർ,
അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള ആ വലിയ ബലം ചിലവരുടെ മേളിലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, എന്നെ കാണുന്ന പ്രിയ സ്നേഹിത, എന്നെയും നിങ്ങളെയും വലിയവനായ ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലിനോടും എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ നശിക്കത്തില്ല എന്നുള്ളത്. അതൊന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ഇന്നത്തെ വചനത്തിലോട്ട് നമ്മൾ വരികയാണ്. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല എന്നുള്ളത് നാം കേട്ടു. ദൈവത്തിന്റെ വചനം ഒരുത്തൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിനകത്താണ് നീ ജീവിക്കുന്നെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വചനം ഉള്ളിലുള്ളവനോട് ഈ ആരംഭത്തിൽ തന്നെ ഞാൻ വിളിച്ചു പറയുന്നു, നീ മുമ്പോട്ട് തന്നെ പോകും, നിന്റെ തടസ്സങ്ങൾ മാറും, നിന്റെ ഇന്നത്തെ വിഷയത്തിനകത്ത് നിനക്ക് ജയം വരും. കാരണം യേശുക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞ് ആ തടസ്സം മാറാൻ പോകുന്നു. ജയം വരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടസ്സം മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വഴികൾ തുറക്കാൻ പോകുന്നു. ആ നിലയിൽ വിശ്വസിക്കുന്നവർ ഈ സമയത്ത് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ വചനത്തിനകത്ത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. കാരണം നിനക്ക് വേണ്ടി ദൈവം ഒരാളെ ഒരുക്കിയിട്ടുണ്ട്, ഒരാളെ ദൈവം അയക്കുമെന്നുള്ളതാണ്. കാരണം നീ ഭക്തനാണെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നവനാണെങ്കിൽ, ദൈവത്തെ ആശ്രയിക്കുന്നവനാണെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് വഴിയടഞ്ഞെന്ന് ലോകം പറഞ്ഞാലും സാഹചര്യം പറഞ്ഞാലും നിനക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരാളെ അയക്കും. നമുക്ക് പ്രാരംഭ വാക്യത്തിലേക്ക് വരാം. കുറിവാക്യമായിട്ട് 105-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക്, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. പ്രിയരെ, വായിച്ച വചനം എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പഴയ നിയമത്തിൽ യോസെഫിനെ കുറിച്ചുള്ള വാക്യമാണിത്. ഈ വാക്യത്തെ നമുക്ക് ഒന്നുകൂടെ ആഴമായി മനസ്സിലാക്കേണ്ടതിനായി ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക്, ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിച്ചു, അവർ അവനെ വേഗത്തിൽ കൊണ്ടുവരിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഈ വാക്യത്തെക്കുറിച്ചാണ് സങ്കീർത്തനത്തിനകത്ത് നാം കേട്ടത്. എന്നാൽ ഇതിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കുന്നു, ഫറവോൻ ആളയച്ച് വേഗത്തിൽ അവർ അവനെ കുണ്ട്രയിൽ നിന്ന് കയറ്റുകയും അവന്റെ വസ്ത്രം മാറി ഇതാ പുതുക്കത്തോടെ അവൻ ഫറവോന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാരാഗൃഹത്തിൽ കിടന്ന യോസെഫിനെ ആളെ അയച്ചു എന്ന് പറഞ്ഞാൽ ഫറവോൻ തൻ്റെ കീഴിലുള്ള അധികാരമുള്ളവരെ യോസെഫിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് പറയാമായിരുന്നു, ഇന്ന് വേണമെന്നില്ല, വേണമെങ്കിൽ ചില ദിവസങ്ങൾ കഴിയട്ടെ, നോക്കാമെന്നൊക്കെ പറയാമായിരുന്നു. തൻ്റെ ഭക്തന് വേണ്ടി വേഗത്തിൽ ചില വഴികൾ തുറക്കാൻ പോകുന്ന ദൈവത്തിന്റെ കരമാണ് ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഫറവോൻ ആളയച്ചു വേഗത്തിൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരികയാണ്. അവന്റെ വസ്ത്രം മാറി ക്ഷൗരം ചെയ്തുകൊണ്ട് അവനിതാ ഫറവോന്റെ അടുക്കലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത്ര വർഷമായിട്ടൊരു വിടുതലില്ല, ഇത്ര നാളായിട്ട് നിങ്ങൾക്കൊരു പുരോഗതിയില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടവും കഷ്ടവുമാണെന്നൊക്കെ പറഞ്ഞാൽ ഈ മിനിറ്റിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിവ് കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. മടുത്തു പോരുത് കേട്ടോ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഏത് സാഹചര്യത്തിനകത്തും ആളെ ഒരുക്കി അവരുടെ ജീവിതത്തിനകത്ത് വഴി തുറക്കും എന്നുള്ളതാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, ഒന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്നവർ ഇന്നത്തെ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാനോട് പറയണം, എനിക്ക് വേണ്ടിയും ചില മുഖാന്തരങ്ങളെ തുറന്നു തരണമേ. എൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കേണ്ടതിനായിട്ട്, എൻ്റെ ജീവിതത്തിനകത്ത് നന്മകളെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി, എൻ്റെ നിന്ദയെ നീക്കേണ്ടതിന് വേണ്ടി, എനിക്ക് വേണ്ടി ചില വലിയ വഴികൾ അങ്ങ് ചിലവരിലൂടെ തുറന്നു തരേണ്ടതിനായിട്ട് വിശ്വസിക്കുന്നതിനോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. ഈ മിനിറ്റിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ചില ഡിവൈൻ കണക്ഷനുകൾ ഇപ്പോൾ തുറന്നു വരാൻ പോവുകയാണ്. കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആ നിലയിൽ നിങ്ങൾ നോക്കണം കേട്ടോ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതിയ, ദൈവം ആളയച്ച് വിടുവിച്ച ചില മേഖലകളെ നമ്മളൊന്ന് തൊടാൻ പോവുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഏലിയാവിനോട് ദൈവം അരുൾ ചെയ്തു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അവന് യഹോവയുടെ അരുൾപ്പാട് ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് അരികെയുള്ള
കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ഇതാ വലിയവനായ ദൈവം ഏലിയാവിനോട് അരുൾ ചെയ്യുകയാണ്, നീ ഇവിടുന്ന് പുറപ്പെട്ട് യോർദാൻ അരികിലുള്ള കെരീത്ത് തോട്ടിനരികെ ചെന്ന് ഒളിച്ചിരിക്കണം. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചിലത് കരുതുമെന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിനകത്ത് വ്യക്തമായി കാണാൻ പറ്റും. അതിന്റെ 5-6 വാക്യങ്ങളോടെ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. 6-ാമത്തെ വാക്യം, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഭക്തനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം ഒളിപ്പിക്കുമെന്നും കാക്കയാൽ ആഹാരം ഒരുക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് വരെയും എൻ്റെ അറിവിൽ കാക്ക ആർക്കും ആഹാരം കൊണ്ടുവന്നതായി കാണുന്നില്ല, കാക്ക ആർക്കും ആഹാരം കൊടുത്തതായും കാണുന്നില്ല. എന്നാൽ ഇതാ ഏലിയാവിൻ്റെ ദൈവം കാക്കയിലൂടെ രാവിലെ വൈകിട്ടും ഏലിയാവിന് വേണ്ടി അപ്പവും ഇറച്ചിയും കൊടുത്തതായി കാണുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് നോക്കിയേ എൻ്റെ കർത്താവിൻ്റെ ആ വിശ്വസ്തത. ഒന്ന്, അവൻ പക്ഷിയിലൂടെ കരുതി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിന് ഒരുക്കുന്ന മുഖാന്തരങ്ങളാണ് ഞാൻ ഈ പ്രസംഗിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒന്നാമതവൻ പക്ഷിയിലൂടെ കരുതി എങ്കിൽ, 2-ാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രാർത്ഥിക്കുന്ന ദാനിയേൽ ഇതാ സിംഹക്കുഴിയിലേക്ക് വീഴുകയാണ്. ഇനി ഒരു മാനുഷിക കരത്തിന് ദാനിയേലിനെ രക്ഷിക്കാൻ കഴിയത്തില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഈ വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, അതിരാവിലെ രാജാവ് ഉറങ്ങാതെ സിംഹക്കുഴിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിക്കുമ്പോൾ ദാനിയേൽ മറുപടി പറയുന്ന പദമാണ്, സിംഹം എനിക്ക് കേടുവരുത്താതെ വണ്ണം എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. ഇവിടെ 2 ചിന്തകളാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ഭക്തനെ കേടുകൂടാതെ അല്ലെങ്കിൽ അനർത്ഥം കൂടാതെ കാക്കുവാൻ ദൈവം ദൂതനെ അയക്കും. 1 കാക്കയാണെങ്കിൽ 2 ദൂതനെ അയച്ച് കാക്കുന്നത് കാണാൻ പറ്റും. അവിടെ തന്നെ നോക്കിയാൽ അറിയാം, ശത്രു തൊടാതെ വണ്ണം ദൈവം കേടുവരുത്താതെ വണ്ണം കാത്തു എങ്കിൽ അടുത്ത മേഖല അവിടെ കാണുന്നത് ശത്രുവിന്റെ വായ അടച്ചുകൊണ്ട് ദാനിയേലിനെ രക്ഷിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൂതന്മാർ തൻ്റെ മക്കൾക്ക് വേണ്ടി ചലിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. 1 കേടുവരുത്താതെ വണ്ണം, 2 ശത്രു തൊടാതെ വണ്ണം ശത്രുവിന്റെ വായ അടച്ചുകൊണ്ട് എൻ്റെ ദൈവം ദാനിയേലിനെ കാത്തത് കാണാൻ കഴിയും. അതേ നിലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 91-ാം സങ്കീർത്തനത്തിനകത്ത് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വഴിയൊരുക്കുന്ന ദൂതന്മാരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. നിങ്ങൾ ഈ വചനം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം ചില മുഖാന്തരങ്ങളിലൂടെ അല്ലെങ്കിൽ ദൂതന്മാരിലൂടെ ഇതുവരെയും തുറക്കാത്ത ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോകുകയാണ്. ഒന്നുകൊണ്ട് നിങ്ങൾ നോക്കിയേ, ശത്രു പ്ലാൻ ചെയ്ത് പത്രോസ് അപ്പോസ്തലനെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാണ്. പക്ഷെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എത്ര അടഞ്ഞ വാതിലുകളും ദൂതന്മാർ തുറന്നു തരും. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറം തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ മേൽന്ന് വീണുപോയി. 8-ാമത്തെ വാക്യം, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ നോക്കുമ്പോൾ മനുഷ്യന് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് കാരാഗ്രഹത്തിന്റെ നടുവിൽ ദൂതൻ ഇറങ്ങി പത്രോസിനെ തട്ടി വിളിച്ചുകൊണ്ട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് ബലം തരുന്ന, നിങ്ങളുടെ ചെരുപ്പിനെ മുറുക്കുന്ന, നിങ്ങൾക്ക് വലിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇതാ എൻ്റെ ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. ഇതേപോലെ തന്നെ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവിനെ തട്ടി വിളിച്ചുകൊണ്ട് ദൂതൻ പറയുന്നു, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതുവരെയും കാണാത്ത അത്ഭുതങ്ങൾ ഇപ്പോൾ എൻ്റെ ദൈവം മുഖാന്തരങ്ങളിലൂടെ ആളെ അയച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരിലൂടെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ
പറ്റുന്നൊരു പ്രാർത്ഥിച്ച് ഇതുവരെയും വെളിപ്പെടാത്ത ചില വലിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവിക ദർശനങ്ങൾ തുറന്നു വരട്ടെ. ഇപ്പോൾ തന്നെ ഞാനത് വിശ്വസിക്കുകയാണ്. ദൈവിക ദർശനങ്ങളെ കൊണ്ടുവരുന്ന, വഴി തുറക്കുന്ന, കാരാഗ്രഹങ്ങളുടെ പൂട്ടുകളെ തകർത്ത് കളയുന്ന ദൂതന്മാർ ചിലവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾക്ക് വേണ്ടി എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഒന്നുകൂടെ നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നേലിയസിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന ദൂതനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. എന്നെ കേൾക്കുന്ന വിധ കൊർന്നേലിയോസ് ഒരു ദർശനത്തിൽ ദൂതൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ദർശനങ്ങൾ തുറക്കാൻ പോവുകയാണ്. ചില മുഖാന്തരങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. അടുത്ത നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, അടുത്ത നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം ചില ദർശനങ്ങളെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ചിലരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള ശീമോനെ വരുത്തുക. ദൂതൻ ദർശനത്തിൽ കൊർന്നേലിയോസിന്റെ മുമ്പിൽ വന്നതെന്ന് പറയുകയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തണമെന്ന്. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിനകത്ത് എല്ലാ വഴിയും അടഞ്ഞെന്ന് പറയുന്നവരോട് ഇത് ദർശനത്തിൽ ദൈവം ഇടപെടാൻ പോകുന്നു. അടുത്ത ചില വലിയ കണക്ഷനുകൾ വെളിപ്പെടാൻ പോവുകയാണ്. വലിയ മുഖാന്തരങ്ങൾ തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചില ബ്ലെസ്സിങ്ങുകൾ വെളിപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് വിവാഹത്തിൻ്റെ തടസ്സം മാറാൻ പോവുകയാണ്. അത്ഭുതകരമായ വഴികൾ തുറക്കാൻ പോകുന്നു. ചിലവർക്ക് ജോലി അപ്ലൈ ചെയ്യേണ്ട സ്ഥലം വരെയും ദർശനത്തിൽ തുറന്നു വരികയാണ്. ആ രാജ്യത്തിൻ്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ദൈവം നിങ്ങൾക്ക് മുമ്പിൽ ദർശനത്തിൽ ഇത് ദൂതൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ആ പരീക്ഷ നാളുകളായി പാസ്സാകാതെ, ഇംഗ്ലീഷ് എക്സാം പോലും ജയിക്കാൻ കഴിയാതെ നാളുകൾ പെൻഡിങ് കിടക്കുന്നവരോട് ദർശനത്തിൽ ചില ദൈവം തുറന്നു വരാൻ പോകുന്നു. ഈസിയായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരുങ്ങാൻ പറ്റുന്നവർ ഒരുങ്ങുക. ദൈവം മുഖാന്തരങ്ങളെ തുറന്നു വരുന്നു. ദൈവശക്തി നിങ്ങൾ അനുഭവിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഒന്നുകൂടെ നോക്കിയാൽ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്കാണ്. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവം നിയമിച്ച സ്ഥലത്തേക്ക് നിങ്ങളുടെ ആ തടസ്സങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാറാൻ പോവുകയാണ്. കാരണം ഈ വചനം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരികയാണ്. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുകയാണ്. ഈ വചനത്തിനകത്തൊന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ക്ലെയിം ചെയ്താട്ടെ. കർത്താവേ, എനിക്ക് മുമ്പിൽ എൻ്റെ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക് ആ തടസ്സങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ദൂതന്മാർ എനിക്ക് മുമ്പിൽ വെളിപ്പെടണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇതാ ദൈവത്തിൻ്റെ നിയോഗം നിന്റെ മേളിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും ചിന്തിക്കുന്നത് ഒന്ന്, തൻ്റെ ഭക്തന് വേണ്ടി ആളെ അയച്ച് ദൈവം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും വേഗത്തിൽ അവന് വേണ്ടി ചില നന്മകൾ തുറന്നു വരുമെന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ ഒന്നാമത് ഏലിയാവിന് വേണ്ടി കാക്ക അയച്ചുകൊണ്ട് അവൻ വഴി തുറന്നതായി കാണുന്നു. കാക്ക അയച്ചുകൊണ്ട് കരുതലുകൾ വെളിപ്പെടുത്തിയതായി കാണുന്നു. രണ്ടാമത് ദാനിയേൽ പ്രവചന പുസ്തകത്തിനകത്ത് കാണുന്നു, കേട് വരുത്താതെ വണ്ണം ദൂതനെ അയച്ച് കാത്തതായിട്ടും ശത്രുവിന്റെ വായടച്ച് കളഞ്ഞതായി കാണുകയാണ്. അത് കഴിഞ്ഞ് വഴിയൊരുക്കുന്ന ദൂതനെ കുറിച്ച് നാം ശ്രദ്ധിച്ചു. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി ഇതാ മനുഷ്യന് ചെല്ലാൻ പറ്റാത്ത കാരാഗ്രഹത്തിൽ ദൂതൻ ചെല്ലുകയാണ്. കൊർന്നേലിയോസിന്റെ വീട്ടിൽ ഇതാ ദൂതൻ ഇറങ്ങി ദർശനത്തിൽ പത്രോസിനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നത് നാം കാണുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മുഖാന്തരങ്ങളെ തുറക്കുന്ന ദൈവത്തിന്റെ കരവിത വെളിപ്പെട്ട് വരികയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ആത്മാവിനെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ഒന്നാമത് കാക്കയാണെങ്കിൽ, രണ്ടാമത് ദൂതനെ അയച്ചു, ഇതാ മൂന്നാമത് ചിലവർക്ക് വേണ്ടി മാനുഷികമായ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത കോണ്ടാക്റ്റുകൾ, ഇതുവരെയും കാണാത്ത ഇടപെടലുകൾ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട് പ്രാർത്ഥനയിലിരിക്കുന്ന ശൗലിന് വേണ്ടി ദൈവം ഒരാളെ ഒരുക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ആ വാക്യത്തിനകത്തോട്ട് വരാം. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. 10-ാമത്തെ വാക്യം നാം വായിച്ചു കേൾക്കുമ്പോൾ ദമസ്കോസ് കർത്താവിന്റെ ശിഷ്യനായ അനന്യാസിനെ ദൈവം വിളിക്കുകയാണ്. അനന്യാസ് വിളി കേൾക്കുന്നതായിട്ടാണ് 10-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 11-ാമത്തെ വാക്യത്തിലേക്ക് കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. 12-ാമത്തെ വാക്യം അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പുരുഷൻ
അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരുന്നു എന്ന് കൽപ്പിച്ചു. ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ വചന പശ്ചാത്തലം മനസ്സിലായി. കാഴ്ച നഷ്ടപ്പെട്ട ശൗലിത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്യാസിനോട് ദൈവം പറയാണ്, യൂദയുടെ വീട്ടിൽ ചെന്ന് അവൻ്റെ മേലിലേക്ക് കൈവയ്ക്കുക, ആ സമയത്ത് അവൻ്റെ കാഴ്ച മടങ്ങി വരും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ഇനി മുമ്പോട്ടൊരു വഴിയില്ല. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇതാ ഇവിടെ ശൗല് അധികാരപത്രം നഷ്ടപ്പെട്ട്, കാഴ്ച നഷ്ടപ്പെട്ട്, ആരും സഹായമില്ലാതെ യൂദയുടെ വീട്ടിലിരിക്കുമ്പോൾ ദൈവം ഒരാളെ അയച്ച്, ദൈവം ശിഷ്യനെ അയച്ച് അവന് സൗഖ്യം നൽകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, സ്വത്തുക്കൾ നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരാളെ അയക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തൊരു വഴിയായിട്ട്, ഇതുവരെയും കാണാത്തൊരു അത്ഭുതമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ 4 വർഷത്തിന് മുമ്പേ, കോവിഡിന് മുമ്പേ പ്രാർത്ഥിച്ച ഒരു കുടുംബം കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നു. ആ സമയത്ത് അവർ ഭയങ്കര ക്രൈസിസിലായിരുന്നു. അവരുടെ ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു, ഇനി ജപ്തി മാത്രമാണ്, ജോലി നഷ്ടപ്പെട്ടു, എല്ലാ വഴികളും അടഞ്ഞുവെന്ന് പറഞ്ഞവർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ട് നന്ദി പറയാൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി തീർന്നു. അന്ന് ഇനി ഒരു വഴിയില്ലെന്ന് പറഞ്ഞ ആ ദിവസം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഞാനത് മറന്നുപോയെങ്കിലും ഇതാ 4 വർഷം കഴിഞ്ഞ് അവർ എന്നെ തിരക്കി പിടിച്ചു വരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം എല്ലാ വഴികളും തുറന്നു, ഞങ്ങളെ ഇന്ന് ദൈവം വലിയ വലിപ്പത്തിൽ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. കാരണം ആ പ്രാർത്ഥനയിൽ തീരുമെന്ന് പറഞ്ഞ് അവരുടെ കുടുംബ സാഹചര്യത്തിൽ ഇന്ന് അവർ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതേപോലെ ശൗലിൻ്റെ അടുക്കലേക്ക് അനന്യാസ് വന്ന് അവൻ്റെ തലമേൽ കൈവയ്ക്കുമ്പോൾ അവൻ്റെ കാഴ്ച മടങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വഴിത്തിരിവുകളെ കൊണ്ടുവരുവാൻ ദൈവം ചിലരെ ആക്കി വെക്കുന്നത് കാണാൻ പറ്റും. ഒന്നിവിടെ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ പൗലോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവന് വേണ്ടി എൻ്റെ ദൈവം ആളയച്ച് അവനെ സൗഖ്യമാക്കുന്നത് കാണാൻ പറ്റും. ഇതേ തലത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ എത്യോപ്യ രാജ്ഞിയുടെ മേൽവിചാരകനും ഷണ്ഡനുമായ മനുഷ്യൻ ആരാധന കഴിഞ്ഞതാ മടങ്ങിപ്പോകുന്ന സമയത്ത് അവൻ വചനം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വചനം എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല. അത് പൊരുൾ തിരിച്ചു കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനെ ആത്മാവ് അവൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഒരു വഴിത്തിരിവാണ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ വാസ്തവമായി രക്ഷ എന്താണെന്ന് അവന് മനസ്സിലാകുകയും ദൈവത്തിന്റെ സ്നേഹം അവനെ തൊടുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങളിലേക്ക്. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. 30-ാമത്തെ വാക്യം, ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഇതാ ഷണ്ഡൻ യാത്ര ചെയ്യുന്ന തേരിനോട് ചേർന്ന് നടക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുക. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ മുഖാന്തരങ്ങൾ വെളിപ്പെട്ടു വരും. ഇവിടെ നാം ചിന്തിച്ചത് ശൗലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ചാണ്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് വന്നതായി കാണുകയാണ്. അതേപോലെ തന്നെ ദൈവസന്നിധിയിൽ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ഷണ്ഡന് വേണ്ടി ദൈവം ശിഷ്യനായ ഫിലിപ്പോസിനെ അയക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ, നിങ്ങൾ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നയാളാണെങ്കിൽ ദൈവം നിശ്ചയമായി നിങ്ങളുടെ മുമ്പിൽ മുഖാന്തരങ്ങൾ തുറന്നു തരും. വചനം അവന് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവനെ സത്യത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ദൈവം അവന് വേണ്ടി ഫിലിപ്പോസിനെ ഒരുക്കുകയാണ്. ഫിലിപ്പോസ് അവനോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് അവനോട് കൂടെ ചേർന്ന് തേരിലിരിക്കുകയും മുമ്പോട്ട് പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴം മനസ്സിലാക്കി ആ പോകുന്ന വഴിയിൽ തന്നെ രക്ഷ ഏറ്റുപറയുകയും അവൻ സ്നാനപ്പെടുകയും ചെയ്യുന്നത് കാണുകയാണ്. കാരണം വചനത്തോടുള്ള ദാഹം ഷണ്ണന്റെ വഴിയെ തുറക്കുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ പഴയ നിയമത്തിൽ അപ്പനും സഹോദരന്മാരും ഒറ്റപ്പെടുത്തി തെള്ളി ദാവീദ് കാട്ടിലായിരിക്കുകയാണ്. കാട്ടിലായിരിക്കുന്ന ദാവീദിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട് ആളെ അയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കില്ല എന്ന് പറഞ്ഞു. കാട്ടിലായിരിക്കുന്ന ദാവീദിനെ കുറിച്ച് അപ്പനോ സഹോദരന്മാരോ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. എന്നാൽ എൻ്റെ ദൈവം എല്ലാവരും തെള്ളിവരെ നടുവിൽ വെച്ച് മാനിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നവനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവവചനത്തോട് ദാഹം കാണിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആരും കാണാതെ രഹസ്യത്തിലാണെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. രഹസ്യത്തിൽ ആരാധിക്കുന്നവനെ
പരസ്യമായി മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദാവീദ് ഒറ്റയ്ക്ക് ആ കാട്ടിൽ കിടന്ന് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊത്തിരി മുട്ടുവരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദാവീദിനെ കണ്ട ഒരു ദൈവമുണ്ട്. ദാവീദ് പറയാണ്, നിന്റെ സഹോദരന്മാരോ നിന്റെ അപ്പനോ നിന്നെ തെള്ളിയാലും നിന്നെ തെല്ലാത്ത ഒരു സ്നേഹിതനായ, നിന്നെ തെല്ലാത്ത കരുതുന്ന ഒരു ദൈവമായ യഹോവ ഇന്നും ജീവിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് ആളെ അയച്ചുകൊണ്ട് അവനെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്യുകയാണ്. നിങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ മടുത്തു പോയവരാണെങ്കിൽ, നിങ്ങൾ തകർന്നു പോയവരാണെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങണം. വീണ്ടും ദൈവവചനത്തോടുള്ള വലിയ ദാഹത്തെ നിങ്ങൾ കാണിക്കാൻ തുടങ്ങണം. അതേപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വില കൊടുക്കാൻ തുടങ്ങണം. ആ നിലകളിൽ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ആളെ അയച്ച് വഴി തുറക്കാൻ തുടങ്ങും. ആളെ അയച്ച് അത്ഭുതം ചെയ്യാൻ തുടങ്ങും. ദാവീദിനെ വിളിച്ചു വരുത്തി തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച്, തൻ്റെ അപ്പൻ്റെ മുമ്പിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്യാണ്. ആ അഭിഷേകം വീഴുമ്പോൾ തന്നെ ദാവീദിന് കൊട്ടാരത്തിൻ്റെ വാതിലുകൾ തുറന്നു വരികയാണ്. ആളെ അയച്ച് മുഖാന്തരങ്ങളെ ഒരുക്കുന്ന ദൈവത്തെയാണ് ഇന്ന് നാം കേൾക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ആദ്യം ഇതാ കാക്കയച്ച് വഴി തുറന്ന ദൈവം, ഇതാ ദൂതനെ അയച്ച് കരുതിയ ദൈവം, അതേപോലെ തന്നെ മനുഷ്യൻ മുഖാന്തരമായി സൗഖ്യമാക്കിയ, മനുഷ്യൻ മുഖാന്തരമായി വഴികൾ തുറന്ന ദൈവത്തെ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മേഖലയിൽ തന്നെ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരോട് എനിക്കൊരു കാര്യം ഉറപ്പായി പറയാനുണ്ട്. ഇനി നിന്റെ ജീവിതത്തിനകത്ത് ഒരു തലത്തിലും വഴി തുറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, പത്മോസിന്റെ അനുഭവത്തിലാണ് നിൽക്കുന്നെങ്കിൽ, യോഹന്നാൻ അപ്പോസ്തലനെ ഡൊമീഷ്യൻ ചക്രവർത്തി ആ പത്മോസിൽ ചെല്ലുമ്പോൾ, ആ കടലിടുക്കിൽ വലിച്ചെറിയുമ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി ചിന്തിച്ചത്, ഇനി ഇവനെ ഇവിടുന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല, മരണം തന്നെയാണ് ഇവന്റെ വിധി എന്നുള്ളത്. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന യോഹന്നാനെ പത്മോസിൽ ഒതുക്കുവാനോ തീർക്കുവാനോ കഴിയത്തില്ല. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആത്മവിവശതയിലായി എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. ഇതാ തന്നോട് സംസാരിക്കുന്ന നാദം എന്തെന്ന് കാണാനായി ഞാൻ തിരിഞ്ഞു. ഹല്ലേലൂയ! എൻ്റെ ദൈവം ഫുൾ റേഞ്ചിൽ അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഈ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ വേഗത്തിൽ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവുകയാണ്. പ്രവാചകൻ പറയുന്നൊരു ഭാഗമുണ്ട്, ഈ ദൈവം ഇറങ്ങി വന്നായിരുന്നേ കൊള്ളാമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. 4-ാമത്തെ വാക്യം, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഈ 2 വാക്യങ്ങളോട് വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാകും, നമ്മൾ വിളിക്കുന്ന ദൈവം വിളിപ്പുറത്തിറങ്ങി വരുന്നവരാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക്, നിന്റെ വഴി അടഞ്ഞ അനുഭവത്തിനകത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത വലിയ കാര്യങ്ങളെ, ഭയങ്കര കാര്യങ്ങളെ ചെയ്യുവാൻ എൻ്റെ ദൈവം ഇതാ നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. എൻ്റെ ദൈവം ആ കുഷ്ഠരോഗിയെ സ്പർശിച്ച് ശുദ്ധമാക്കിയതുപോലെ ഒരു വലിയ സ്പർശനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. 18 വർഷമായി കൂനിയായി ഇനി ആർക്കും അവളെ നിവർത്താൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ അവളുടെ ബന്ധനം അഴിച്ച് അവളെ ഉയർത്തിയ ദൈവം ഇതാ നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായി വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. വാട്സാപ്പിൽ വിളിക്കാൻ പറ്റുന്നവർ വിളിക്കണമേ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായും പ്രാർത്ഥിക്കുന്നു. ആളെ അയച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ മുഖാന്തരങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. അത്ഭുത വഴികൾ തുറന്നു വരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് തടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ ഇപ്പോൾ തുറന്നു കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇവരെ സൗഖ്യമാക്കണമേ അപ്പ. അത്ഭുത വഴികൾ തുറക്കണമേ. ജോലിയുടെ വാതിലുകൾ തുറക്കണമേ. ഇവരുടെ കടഭാരം തീരുന്ന രീതിയിൽ ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ അപ്പ. കർത്താവെ, അങ്ങിൽ ഉറപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ ഇവരെ വെളിയിൽ വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിലായിട്ട് മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.